ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ബജി ഉണ്ടാക്കിയാലോ. പൊട്ടറ്റോ ബജി. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചിരണ്ടി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. ആ സമയത്ത് തന്നെ കടലമാവ് എടുക്കുന്നുണ്ട്. കടലമാവ് എടുക്കുമ്പോൾ എപ്പോഴും അരിച്ച് തന്നെ എടുക്കണം. ഓരോ പ്രാവശ്യവും കടലമാവ് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കടലമാവിനകത്ത് കട്ട കെട്ടിക്കഴിഞ്ഞാൽ മാവ് കുഴയ്ക്കുമ്പോൾ ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാവും, കട്ടകൾ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും കടലമാവ് അരിച്ച് തന്നെ എടുക്കണം. കടലമാവ് അരിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് കണക്ക് പറഞ്ഞാൽ 1 കപ്പ് കടലമാവിന് 1/4 കപ്പ് കോൺഫ്ലവർ. ഇനി കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ആകാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ പുറകെ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. കായം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരല്പം ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1-2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് അല്പം വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കണം. ആദ്യം നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ബേക്കിംഗ് പൗഡർ കൂടി ഒരു ചുമന്ന കളർ പ്രത്യേകം അതുകൊണ്ട് ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല. ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പം മഞ്ഞ കളർ വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ റെഡ് കളർ വേണമെങ്കിൽ ആവാം. നമ്മളിവിടെ കളറുകളൊന്നും ആഡ് ചെയ്യുന്നില്ല. കാശ്മീരി മുളക് പൊടിയുടെ നിറം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ തയ്യാറാക്കി നേരത്തെ കഴുകി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് സ്ലൈസറിൽ അരിഞ്ഞെടുക്കണ്ടോ. എത്ര കനം കുറച്ച് അരിയുന്നോ അത്രയും നന്നായിരിക്കും നമ്മളുടെ ബജി. അപ്പോൾ ഏറ്റവും കനം കുറച്ച് നമുക്ക് എത്ര സ്ലൈസായിട്ട് നോക്കിയാൽ ഒരു ഉരുളക്കിഴങ്ങിനകത്ത് തന്നെ ഇത്ര സ്ലൈസാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മളിവിടെ മുതുകുളം ക്ലാസ്സാണ്, ആലപ്പുഴ ജില്ലയുടെ തെക്കേറ്റത്തിലെ മുതുകുളത്താണ് കേട്ടോ. ഇങ്ങനെ നൈസായിട്ട് ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. 2 ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ 10-40 മേലെ നമുക്ക് ബജി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നല്ല നൈസായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് മൊത്തം അരിഞ്ഞു തീർക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ചീനിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. മാവിൽ മുക്കിയിട്ട് നമുക്ക് വറുത്ത് പോരാം. നമ്മൾ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഓരോ ഉരുളക്കിഴങ്ങും മുക്കി നമുക്ക് വറുത്ത് പോരാം. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് ബജി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനുള്ള ചട്നി ഇവിടെ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 സവാള എടുത്തിരിക്കുന്നത്, 1 സവാള, അതുപോലെ തന്നെ 1 അല്ലി വെളുത്തുള്ളി, ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, ഒന്ന് അരിഞ്ഞ് തീർന്നോട്ടെ. 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വിനാഗിരി. നന്നായിട്ട് അരച്ചെടുത്താൽ നമ്മളുടെ മുളക് ചട്നിയും കൂടി റെഡി. ഇത് വിനാഗിരിയാണ്, മുളക് ചട്നി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഉരുളൻകിഴങ്ങ് ബജിയും മുളക് ചട്നിയും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.